നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചുട്ടറ ശ്രീ കമ്മാഞ്ചേരി ഭദ്ര ദുർഗാ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോട് സമാപന ദിവസമായ ഇന്നലെ താലപ്പൊലിയും വിളക്കെഴുന്നള്ളത്തും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ വർഷവും നമ്മളിങ്ങനെ സ്വീകരിക്കാറുണ്ട്. അപ്പം നമ്മളെ വീടിൻ്റെ വാതിലിൽ കൂടെയാണ് അമ്മമാർ പോകുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് കമ്മാഞ്ചേരി മഠ, അതായത് നമ്മുടെ അമ്പലത്തിൻ്റെ കുടുംബ വീടും എല്ലാം കുടികൊള്ളുന്നത് അവിടെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ വാതിൽ, നമ്മളെ വീടിൻ്റെ തൊട്ട് വാതിലിൽ കൂടെയാണ് വിളക്കെഴുന്നള്ളത്ത് പോകുന്നത്, ദേവിമാരെ ഉള്ള വിളക്കെഴുന്നള്ളത്ത് പോകുന്നത്. അപ്പം നമ്മളാണെങ്കിൽ വിളക്കും കാര്യങ്ങളും എല്ലാം വെച്ച് സ്വീകരിച്ചിട്ടുണ്ട്. അമ്മമാരെ വരവേൽക്കാൻ വേണ്ടി ഞങ്ങൾ വൈകുന്നേരം റോഡെല്ലാം ഇറങ്ങി തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിളക്കെല്ലാം 5 തിരിയിട്ട് കത്തിച്ചു. അപ്പോഴത്തേക്ക് ഇതാണ്ട് ഇവരെല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങൾ വൈകുന്നേരം തൂക്കാനൊക്കെ ഇറങ്ങിയപ്പം ഇവരെല്ലാവരും ഒരുങ്ങുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരുങ്ങുന്നവർക്ക് ഞങ്ങൾ അറിയാം, ഞങ്ങൾ ആ തൂക്കാനൊക്കെ ഇറങ്ങിയുള്ള പരിചയമുണ്ട്. അങ്ങനെ ഇതാണ്ട് ഈ നേരെ ഓപ്പോസിറ്റ് എല്ലാവരും നേരെ കയറി പോകുന്നതാണ് നമ്മുടെ കമ്മാഞ്ചേരി മഠം കേട്ടോ. അങ്ങനെ ദാണ്ട വിളക്ക് ദേവിമാർ ഭദ്രയമ്മയും ദുർഗയമ്മയാണ് രണ്ടുപേരും എതിരേറ്റ് വരുന്നത്. അങ്ങനെ കുറച്ച് താലപ്പൊലി ഉണ്ടായിരുന്നു, കുറച്ച് നേരം നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 2 പൂമാല മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചായി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പൂമാല എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ ഞാൻ പൂമാല അമ്മമാർക്ക് അങ്ങോട്ട് കൊടുത്തപ്പം അമ്മമാരുടെ വിഗ്രഹത്തിൽ നിന്നും എനിക്കും പൂമാല ഇങ്ങോട്ട് തരികയുണ്ടായി കേട്ടോ. അങ്ങനെ നമ്മുടെ കർപ്പൂരം കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുവാണ്. നമ്മൾ തിരുമേനി തന്നെ കർപ്പൂരം കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മൾ കർപ്പൂരത്തട്ടം എടുത്താണ് ദേവിമാരെ പൂജിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഇത്രയും നേരം, അതായത് ഞങ്ങളുടെ 7 മണി മുതൽ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. വിളക്കും കാര്യങ്ങളും എല്ലാം ഒരുക്കി 7 മണി മുതൽ ഞങ്ങൾ ഒരേ നിപ്പായിരുന്നു നിൽക്കുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 2 അശ്വതി ചേച്ചിമാരാണ് മോള്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ പുള്ളിക്കാരൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വിളക്കും കാര്യങ്ങളെല്ലാം വീട്ടിലെടുത്ത് വെച്ച് വീടെല്ലാം പൂട്ടി തിരിച്ച് നേരെ അമ്പലത്തിലോട്ട് പോയി. ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരെയുള്ള അമ്പലത്തിൽ. അങ്ങനെ വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം നടന്ന് ഇവിടെ വന്നപ്പോഴത്തേ ഭദ്രകാളിയുടെയും ഒക്കെ നടനാട്ടോ. ഈ പുള്ളിക്കാരൻ്റെ പേര്, ആ ഒരു വേഷത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ സുബ്രഹ്മണ്യ തന്ത്രി നിന്നിട്ടാണെങ്കിൽ പൂത്തിരിയും എന്താ എല്ലാ അട്ടയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നല്ല കമ്പമായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഭാഗങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളൂ വീഡിയോയ്ക്കകത്ത്, കാരണം നമുക്ക് 3 മിനിറ്റ് മാത്രമേ ഷോർട്സിൽ വീഡിയോ സമയമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെ ഭദ്രകാളി എന്തായാലും വധിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ. ഭദ്രകാളി താണ്ഡവം വധിച്ചു കഴിഞ്ഞു. വധിച്ചതിന് ശേഷം താണ്ഡവമാണ് കേട്ടോ. ലാസ്റ്റ് ഭദ്രകാളി അനുഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അതിനെല്ലാം ശേഷം എല്ലാ പരിപാടിയും തീർന്ന് ലാസ്റ്റ് തിരുവനന്തപുരം നാട്ടറിവ് അവതരിപ്പിക്കുന്ന തീപ്പൊരിയാട്ടം എന്ന പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി ഒരു 11 മണി വരെ ഇരുന്ന് തീപ്പൊരിയാട്ടം കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ല രസം ഉണ്ടായിരുന്നു. നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ കഥയും കാര്യങ്ങളും എല്ലാം പറയുകയുണ്ടായി. അപ്പം അതെല്ലാം കുറച്ച് നേരം കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാര്യം അച്ചായിക്ക് രാവിലെ അമ്പലത്തിൽ പോകണമെങ്കിൽ ഞങ്ങൾ നേരത്തെ പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്ത് തന്നെ ചേച്ചി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.